നമസ്കാരം, സ്വാഗതം. നമ്മൾ പലപ്പോഴും സാധനങ്ങൾ തവണ വ്യവസ്ഥയിൽ വാങ്ങാറുണ്ടല്ലേ? ഒരു ഫോണോ ടിവിയോ ചിലപ്പോൾ ഒരു വണ്ടിയോ. അങ്ങനെ വാങ്ങുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ യഥാർത്ഥ ഉടമ നിങ്ങളാണോ അതോ പണം മുഴുവൻ അടച്ചു തീരുന്നതുവരെ വേറെ ആരെങ്കിലുമാണോ? വളരെ ലളിതമായ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കീ ഒരു സാഹചര്യം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കാം. നിങ്ങളൊരു പുതിയ കാറ് വാങ്ങി എല്ലാ മാസവും EMI കറക്റ്റായി അടയ്ക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരു സാമ്പത്തിക ആവശ്യം വന്നു. നിങ്ങൾക്ക് ആ കാറ് വേറെ ഒരാൾക്ക് വിൽക്കാൻ പറ്റുമോ? നിയമപരമായി അത് ശരിയാണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. കാരണം അതിന്റെ ഉത്തരം നിങ്ങൾ ഒപ്പിട്ടുകൊടുത്ത ആ കരാറിലുണ്ട്. അപ്പോ ഈ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം രണ്ട് തരം കരാറുകളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് സെയിൽ അല്ലെങ്കിൽ വിൽപ്പന, രണ്ട് ഹയർ പർച്ചേസ്. കാഴ്ചയിൽ രണ്ടും ഏകദേശം ഒരുപോലെയിരിക്കും, പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ ഇവ തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് സെയിൽ എന്താണെന്ന് നോക്കാം. ഒരു സാധാരണ വിൽപ്പന കരാർ പ്രകാരം നിങ്ങളൊരു സാധനം വാങ്ങുന്ന ആ നിമിഷം തന്നെ അതിന്റെ ഉടമയായി മാറുകയാണ്. നിങ്ങൾ മുഴുവൻ പൈസയും അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ പോലും നിയമപരമായി അതിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് കടയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ സാധനം നിങ്ങളുടേതായി മാറി. എന്നാൽ ഹയർ പർച്ചേസിൽ കഥ നേരെ തിരിച്ചാണ്. ഇവിടെ നിങ്ങൾ തുടക്കത്തിൽ ഒരു ഉടമയല്ല, മറിച്ച് ഒരു വാടകക്കാരൻ മാത്രമാണ്. നിങ്ങൾ മാസാമാസം അടയ്ക്കുന്ന തുകയുണ്ടല്ലോ, അത് ആ സാധനം ഉപയോഗിക്കുന്നതിനുള്ള ഒരു വാടകയായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ ഗഡികളും അടച്ചുതീരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ സാധനം സ്വന്തമാക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടുകയുള്ളൂ. അപ്പോ ഈ രണ്ട് കരാറുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ മൂന്നേ കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കാം. നിയമപരമായി എല്ലാം തീരുമാനിക്കുന്നത് ഈ വ്യത്യാസങ്ങളാണ്. ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, അത് വാങ്ങുന്ന ആളെയും വിൽക്കുന്ന ആളെയും മാത്രമല്ല, ചിലപ്പോൾ ഒരു മൂന്നാമനെ വരെ ബാധിച്ചേക്കാം. അതുകൊണ്ട് നമുക്കിത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഈ പട്ടിക നോക്കിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഒന്നാമത്തെ പോയിന്റ് ഉടമസ്ഥാവകാശം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെയിൽ കരാറാണെങ്കിൽ ഉടമസ്ഥാവകാശം അപ്പോ തന്നെ വാങ്ങുന്നയാൾക്ക് കിട്ടും. എന്നാൽ ഹയർ പർച്ചേസിലോ അവസാനത്തെ രൂപ അടയ്ക്കുന്നതുവരെ യഥാർത്ഥ ഉടമയുടെ പേരിൽ തന്നെയായിരിക്കും അതിന്റെ അവകാശം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാം കക്ഷിയുടെ അവകാശങ്ങളാണ്. ഒരു സെയിലാണെങ്കിൽ വാങ്ങുന്നയാൾക്ക് പണം മുഴുവൻ അടച്ചിട്ടില്ലെങ്കിലും ആ സാധനം വേറൊരാൾക്ക് നിയമപരമായി വിൽക്കാൻ പറ്റും, കാരണം അയാൾ അതിന്റെ ഉടമയാണ്. പക്ഷെ ഹയർ പർച്ചേസിലോ നിങ്ങളൊരു വാടകക്കാരൻ മാത്രമായതുകൊണ്ട് അത് വിൽക്കാനോ പണയം വെക്കാനോ പറ്റില്ല. അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമാകും കേട്ടോ. ഇനി അവസാനമായിട്ട് പാപ്പരത്വം, അതായത് വാങ്ങിയ ആൾക്ക് സാമ്പത്തികമായി മുന്നോട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഒരു സെയിൽ കരാറിൽ വിറ്റയാൾക്ക് ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഹയർ പർച്ചേസിലോ യഥാർത്ഥ ഉടമയ്ക്ക് നേരെ വന്ന് തന്റെ സാധനം പൂർണ്ണമായിട്ട് തിരിച്ചെടുത്ത് കൊണ്ടുപോകാം. ചുരുക്കി പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലാണെന്നുള്ളത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് വളരെ പ്രശസ്തമായ ഒരു കോടതി കേസൊന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. കഥ എങ്ങനെയാണ്? ഹെൽബി എന്നു പേരുള്ള ഒരാൾ എ എന്ന വ്യക്തിക്ക് ഒരു പിയാനോ തവണ വ്യവസ്ഥയിൽ കൊടുത്തു. കരാറനുസരിച്ച് എല്ലാ തവണകളും അടച്ചു തീർത്താൽ പിയാനോ എയുടേതാകും. എന്നാൽ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പണം മുഴുവൻ അടച്ചു തീരുന്നതിനു മുൻപ് എ എന്തു ചെയ്തെന്നോ, ആ പിയാനോ എടുത്ത് മാത്യൂസ് എന്നൊരാളുടെ കയ്യിൽ പണയം വെച്ച് കുറച്ച് പണം വാങ്ങി. ഈ കാര്യം അറിഞ്ഞപ്പോൾ ഹെൽബിക്ക് ദേഷ്യം വന്നു. അയാൾ തന്റെ പിയാനോ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടു. തർക്കം ഒടുവിൽ ബ്രിട്ടനിലെ ഏറ്റവും വലിയ കോടതിയുടെ മുന്നിലെത്തി. കോടതിയുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതായിരുന്നു: ഈ പിയാനോയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? അവസാനം കോടതി വിധി പറഞ്ഞു. വിധി ഹെൽബിക്ക് അനുകൂലമായിരുന്നു. കാരണം അവർ തമ്മിലുള്ളത് ഒരു ഹയർ പർച്ചേസ് കരാറായിരുന്നു. അതുകൊണ്ട് എ ഒരിക്കലും ആ പിയാനോയുടെ ഉടമയായിരുന്നില്ല. അയാൾക്കത് പണയം വയ്ക്കാൻ നിയമപരമായി ഒരു അവകാശവും ഇല്ലായിരുന്നു. ഈ വിധി വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട്: ഉടമസ്ഥാവകാശം കിട്ടാതെ നിങ്ങൾക്കൊരു സാധനവും മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റില്ല. അപ്പോൾ ഒരു കരാറ് സെയിലാണോ അതോ ഹയർ പർച്ചേസ് ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് തിരിച്ചറിയുക? നിയമം ഇതിന് വളരെ ലളിതമായൊരു വഴിയാണ് പറഞ്ഞു തരുന്നത്. അതെന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ കരാറിൽ വാങ്ങുന്നയാൾക്ക് എപ്പോൾ വേണമെങ്കിലും
കൂടുതൽ പൈസയൊന്നും അടയ്ക്കാതെ ഈ സാധനം തിരികെ കൊടുത്ത് ആ കരാറിൽ നിന്ന് പിന്മാറാൻ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവസരമുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു ക്ലോസ് അതിനുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു ഹയർ പർച്ചേസ് കരാറാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിലോ, അതായത് എന്തു വന്നാലും പണം മുഴുവൻ അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണെങ്കിൽ അതൊരു സെയിലായിട്ടായിരിക്കും കണക്കാക്കപ്പെടുക. അതുകൊണ്ട് നിങ്ങളിനി എപ്പോഴെങ്കിലും ഒരു തവണ വ്യവസ്ഥയിലുള്ള കരാറിലൊപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എനിക്കെപ്പോൾ വേണമെങ്കിലും ഈ സാധനം തിരികെ കൊടുത്ത് ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമോ? ആ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരം മതി നിങ്ങളുടെ എല്ലാ നിയമപരമായ അവകാശങ്ങളും എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കാൻ. അപ്പോ നമ്മൾ തുടങ്ങിയ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. നിങ്ങളുടെ കാറ് വിൽക്കാൻ പറ്റുവോ? ഇപ്പോ നിങ്ങൾക്കറിയാം, അതിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ കരാറിലുണ്ട്. അതുകൊണ്ട് നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഒപ്പിട്ട കരാറിൽ ഇങ്ങനെയൊരു പിന്മാറ്റ വ്യവസ്ഥയുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയുന്നത് എപ്പോഴും നല്ലതല്ലേ?